പി ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വാർത്തകളും പ്രചരണങ്ങളും കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ പി ജയരാജനെ പാർട്ടി അച്ചടക്ക നടപടിയാണോ സ്വീകരിച്ചത്, അല്ലെങ്കിൽ പുറത്താക്കുകയാണോ ചെയ്തത്? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം, അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ വേണ്ടത്ര രീതിയിൽ LDF കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് LDFിൻ്റെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാസ്റ്റർ തന്നെ വളരെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ചില വലതുപക്ഷ മാപ്രകളുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ കൊണ്ടുപിടിച്ച പ്രചാരണമാണ് CPMനെതിരെ നടത്തി വരുന്നത്. TP രാമകൃഷ്ണൻ അടക്കമുള്ള TP രാമകൃഷ്ണനെ പുതിയ LDF കൺവീനറായി നിയമിച്ചപ്പോൾ അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവനയിലും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു, CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ശരിയായ കാര്യങ്ങൾ, അതല്ലാതെ മറിച്ചുള്ള പ്രചാരണങ്ങൾ എല്ലാം തെറ്റാണ്. കാരണം സംസ്ഥാന തലത്തിൽ ഒരു വ്യക്തിക്കെതിരെ, ഒരു പ്രാദേശിക അംഗം മുതൽ മുകളിലേക്കുള്ള ആർക്കെതിരെ നടപടി ഉണ്ടായാൽ സഡൻ ആക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മേൽക്കമ്മിറ്റികളെല്ലാം അടക്കം റിപ്പോർട്ടിങ്ങുകളും മറ്റു കാര്യങ്ങളും എല്ലാം നടപ്പിലാക്കി ഇത് മേൽക്കമ്മിറ്റി വരെ എത്തി അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് എത്തിയാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. ആ ഘടനയിലുള്ള അച്ചടക്ക നടപടി മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതൊരു ശിക്ഷാ നടപടിയല്ല. അദ്ദേഹത്തിന് കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ അതിൽ നിന്ന് മാറ്റി പുതിയ ഒരാളെ മാറ്റി നിയമിച്ചു എന്ന് മാത്രമേ ഇവിടെയുള്ളൂ. അതല്ലാതെ പി ജയരാജൻ നാളെ BJPയിൽ ചേരുമെന്നോ ഇന്ന് ചേരുമെന്നോ ഉള്ള പ്രചാരണത്തിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്ന് CPM നേതാക്കൾ വളരെ വ്യക്തമായി തന്നെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടും അതേ ചുറ്റിപ്പറ്റിയുള്ള കൂടുതൽ പ്രശ്നങ്ങളാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ CPMൽ P ശശിയെ തരം താഴ്ത്തിയ നടപടി, ബ്രാഞ്ചിലേക്ക് തടം നടത്തിയ നടപടിയെക്കുറിച്ചും വലിയ തോതിലുള്ള ഊഹാപോഹങ്ങളും വസ്തുതയില്ലാത്ത പ്രചാരണങ്ങളും ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. കൃത്യമായ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. ഈ എടുത്ത ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തെ സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുകേഷുമായുള്ള ബന്ധപ്പെട്ട വിഷയത്തിനകത്തും കൃത്യമായിട്ടുള്ള നിലപാടുകൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളരെ വ്യക്തതയോടെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു, അല്ലെങ്കിൽ കൃത്യമായ അതിൻ്റെ നയം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒരു ലൈംഗിക ആരോപണമോ അത്തരത്തിലുള്ള ഒരു ആരോപണമോ വന്നാൽ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല. അതിൽ രണ്ട് കാരണങ്ങളുണ്ട്. പോകെ അന്വേഷണത്തിന് ഒടുവിൽ ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ MLA സ്ഥാനം തിരിച്ച് MLA സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടക്കുന്ന ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചാണ്. അതിൽ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ പിരിഞ്ഞുപോയ, അല്ലെങ്കിൽ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു കാര്യത്തിൽ, അതിനെ കുറിച്ച് പറഞ്ഞാൽ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ പുറത്തുപോയി അതുകൊണ്ട് തിരിച്ചു വരണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കാത്തത്. പിന്നെ ഇതിനു വേണ്ടി മുറവിളി കൂട്ടുന്നവരുടെ പശ്ചാത്തലം കൂടി കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ കോൺഗ്രസിൻ്റെ MLA-മാരായ ഈ പറയുന്ന എൽദോസ് കുന്നപ്പള്ളിയോ വിൻസെന്റോ അടക്കമുള്ളവർ ലൈംഗികാരോപണം വന്നപ്പോഴൊന്നും രാജിവെച്ചിട്ടില്ല. ഇവരാണ് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള അക്രമ സമരങ്ങളെല്ലാം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്വന്തം ചെയ്യാത്ത പ്രവൃത്തി മറ്റൊരാൾ ചെയ്യണമെന്ന് വാശി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേവലം ദുർവാശി മാത്രമാണ്. ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് തിരിച്ചെത്തണമെങ്കിൽ ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് തന്നെ തിരികെ എത്താൻ സാധിക്കും. എന്നാൽ ഒരു MLA സ്ഥാനമോ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനമാണെങ്കിൽ പോലും അത് രാജിവെച്ച് കഴിഞ്ഞാൽ തിരിച്ചെത്തണമെങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്, ഒരു ഉപതെരഞ്ഞെടുപ്പ് വരേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെയും ലക്ഷ്യം ഇത് തന്നെയാണ്. മുകേഷിനെ രാജിവെപ്പിക്കുന്നതിലൂടെ അവിടെ കൃത്യമായി വലിയ തോതിലുള്ള ഒരു പ്രചാരണം നടത്തി അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ സാധിച്ചാൽ അത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നുള്ള രാഷ്ട്രീയ കുതന്ത്രത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ നിലപാട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ തകർക്കാൻ, അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ നിങ്ങൾ നടത്തുന്ന ഓരോ നീക്കങ്ങളും വളരെ അവജ്ഞയോടുകൂടി തന്നെ തള്ളിക്കളയാനേ സാധിക്കൂ. കാരണം എല്ലാം ഉണ്ടയില്ലാ വെടികളും നനഞ്ഞ പടക്കങ്ങളുമായി മാറുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കണ്ടുവരുന്നത്.